2 ദിവസം മുമ്പ് കാസർഗോഡ് ഉറങ്ങിക്കിടന്ന ഒരു കുഞ്ഞിനെ എടുത്തുകൊണ്ടുപോയി ക്രൂരമായി അത്തരം ഒരു സംഭവം നമ്മൾ ഇപ്പോൾ കേരളത്തിലുണ്ടായി. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ കേരളം, നമ്മൾ പറയും നമ്പർ 1 കേരളം, ശിശു സൗഹൃദമല്ല കേരളം എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായും 100%. ഭയമാണ് ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക്. ഒരു സാമൂഹ അന്തരീക്ഷം വെച്ച് നോക്കുമ്പം ഭയമാണ്. ഞാനൊരു അമ്മയാണ്, അധ്യാപികയാണ്, ഇതെല്ലാമാണ്. അപ്പം ഇത് ഒറ്റപ്പെട്ട സംഭവം എന്ന് നമ്മുടെ എന്താ പറയുക, ഏറ്റവും സങ്കടകരമായിട്ടൊരു അവസ്ഥ. ഇത്തരം സന്ദർഭങ്ങൾ വരുമ്പോൾ, വിഷയങ്ങൾ വരുമ്പോൾ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാക്കി എഴുതി മാറ്റപ്പെടുന്ന ഒരു രീതി കാണുന്നുണ്ട്. ഒറ്റപ്പെട്ടതല്ല. കാരണം ഇന്ന് ഏത് ഇന്ത്യൻ സംസ്ഥാനത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാലും കേരളം തീർത്തും അരക്ഷിതാവസ്ഥയാണ്. പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിൽ, സ്ത്രീകളുടെ കാര്യത്തിൽ. നമുക്ക് മുന്നിൽ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് നമുക്ക് എത്ര വിഷയങ്ങളാണ്. ഈ കാസർഗോഡ് വളരെ നടുക്കത്തോട് കേട്ടതാണ്. കാരണം കാസർഗോഡുള്ള സംഭവം, ഉറങ്ങിക്കിടന്ന മുത്തച്ഛൻ്റെ അടുത്ത് ഉറങ്ങിക്കിടന്ന ഒരു കുഞ്ഞിനെ, അതെ, അതിരാവിലെ പോയി കഴിഞ്ഞപ്പോൾ അപ്പോൾ ആലോചിച്ചു, ആൾ നോക്കി വെച്ചേക്കുവാണ് എപ്പോഴാണ് സമയം എല്ലാം നോക്കിയിട്ട് പ്ലാൻ ചെയ്ത് കുട്ടി എടുത്തുകൊണ്ട് പോകുന്നു, പാടത്ത് കൊണ്ടുപോകുന്നു, പീഡിപ്പിക്കുന്നു. 10 വയസ്സുള്ള ഒരു കുഞ്ഞാണ്. എന്നിട്ട് വീട്ടിലേക്ക് നീ തിരിച്ചു പോകുന്നൊക്കെ പറഞ്ഞിട്ട്, ഇപ്പം അതിൽ എനിക്ക് അത്ഭുതം തോന്നിച്ചാൽ ആ ഒരു ക്രിമിനൽ, അയാളുടെ ഒരു മൈൻഡ് സെറ്റ് ആലോചിച്ച് നോക്കൂ. അയാൾക്കൊന്നിനെ ഭയമില്ല അല്ലേ? കാരണം നമ്മൾ പറയുന്നുണ്ട് ഇവിടെ നമ്പർ 1 കേരളം, അല്ലെങ്കിൽ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയും. പക്ഷേ സത്യം പറഞ്ഞാൽ നമുക്ക് വിഷമം തോന്നുന്നു വെച്ചാൽ ഇത് ഡെവിൾസ് ഓൺ കൺട്രി ആയിട്ട് മാറിയിട്ട് വർഷങ്ങളായി. ഇത് ആരും പറയില്ല, അടയാളപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ്. ഇതൊന്നും അഡ്രസ്സ് ചെയ്യാൻ ഇവിടെ ആളില്ല. ഇവിടെ നമുക്ക് എപ്പോഴും ഉള്ള എന്താണ്, ഉത്തരേന്ത്യ നോക്കി, അടുത്തുള്ള സംസ്ഥാനങ്ങൾ നോക്കിയിട്ട് നമ്മൾ ഇവിടെ ഒരു മാർജിൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ പ്രബുദ്ധരാണ് എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവമാക്കി മാറ്റുകയാണ്. ഇത് ആദ്യത്തെ സംഭവമല്ലല്ലോ. നമുക്ക് നോക്കാം, ആലുവയിൽ റിപ്പീറ്റഡായിട്ട് 2 പ്രാവശ്യമാണ്. അതിലൊരു കുട്ടി മരണപ്പെട്ടു, ഒരു കുട്ടി ഇതുപോലെ തട്ടിക്കൊണ്ട് പോയിട്ട് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. എന്തിനധികം പറയുന്നത്, നമ്മുടെ ചാക്കയിൽ സംഭവിച്ചു. കൊച്ചു കുഞ്ഞിന് 2 വയസ്സുള്ള അത് തട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് ആ സംഭവങ്ങളൊന്നും എത്രത്തോളം ചർച്ച ചെയ്യപ്പെട്ടു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ആ ചർച്ച ചെയ്യപ്പെട്ട കുട്ടിയെ തട്ടിക്കൊണ്ടുപോയിട്ട് അവർ അബിഗേലിന്റെ ഒരു സംഭവം മാത്രം കുറച്ച് അഡ്രസ് ചെയ്യപ്പെട്ടു അല്ലേ? പക്ഷെ അതോടൊപ്പം തന്നെ അഡ്രസ് ചെയ്യപ്പെട്ട ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു. തീർച്ചയായും മാധ്യമങ്ങളുടെ ഒറ്റ ഇടപെടൽ കൊണ്ട് അവർക്ക് രക്ഷപ്പെട്ടു പോകാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് മാത്രം നമ്മൾ കണ്ടിട്ട് സോഷ്യൽ മീഡിയ ഉണ്ട്. അത് ഒറ്റ കാരണം കൊണ്ട് രക്ഷപ്പെടാൻ പറ്റിയില്ല. പക്ഷെ ആലോചിച്ച് നോക്കൂ, ഈ ചാക്കയിൽ എനിക്കതിൽ ഏറ്റവും സങ്കടമായിട്ട് തോന്നിയൊരു സംഭവം എന്താന്ന് പറയട്ടെ, റിപ്പീറ്റഡായിട്ട് ഈ ക്രൈംസ് ചെയ്യണത് ഒരു പ്രാവശ്യം ചെയ്ത ആള് തന്നെയാണ് വീണ്ടും ഇതിലേക്ക് പട്ടികയിലെ ചാക്കയിലൊക്കെ അയാൾ ഇതുപോലെ ചെയ്തിറങ്ങിയതാണ്. അപ്പം നമ്മുടെ ഒരു നിയമ സംവിധാനം അല്ലെങ്കിൽ നീതി നിർവഹണമൊക്കെ എന്ത് മോശം. ഒരു ക്രിമിനല് ഒരേ കുറ്റം തന്നെ ആവർത്തിക്കുകയാണ്. അപ്പം നമ്മൾ എന്ത് സുരക്ഷയാണ് പറയേണ്ടത്? അപ്പൊ ക്രിമിനൽസിന് പൂണ്ട് വിളയാടാനുള്ളൊരു നാഥനില്ലാ കളരി, അതാണ് നമുക്ക് പറയേണ്ടത്. ഇവിടെ ആഭ്യന്തരം എന്ന് പറയുന്നത് വെറും ഒരു ആഭാസമായി കഴിഞ്ഞു അല്ലേ? സമ്മതിക്കില്ല. നമ്മുടെ ഇവിടെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു സ്റ്റേറ്റിന്റെ ഈ അരക്ഷിതാവസ്ഥയ്ക്ക് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം മതരാഷ്ട്രീയ ധ്രുവീകരണമാണ്. എന്ത് വന്നു കഴിഞ്ഞാലും കുറെ ക്യാപ്സൂൾ വിഴുങ്ങാൻ തക്കത്തിലിരിക്കുന്ന അടിമകളുടെ നാടാണ് നമ്മുടെ നാട്. ശരിക്കും എന്തൊരു വിഷയം വന്നു കഴിഞ്ഞാലും അഡ്രസ് ചെയ്യപ്പെടത്തില്ല. പക്ഷേ നമ്മുടെ രാഷ്ട്രീയം നോക്കും, അല്ലെങ്കിൽ മതം നോക്കും. അവിടെ അത് നോക്കിക്കഴിഞ്ഞിട്ട് ഒരു പോളറൈസേഷൻ. അപ്പോൾ അതിന് എങ്ങനെയെങ്കിലും ന്യായീകരിക്കപ്പെട്ട് ഒരു പ്രീണനമുണ്ട് എല്ലാ മേഖലകളിലും നോക്കിക്കഴിഞ്ഞാലും. വോട്ട് ബാങ്ക് രാഷ്ട്രീയം, പ്രീണനം, ഇത് തന്നെയാണ്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം അല്ലെങ്കിൽ എന്തായാലും ഈ വോട്ട് ബാങ്ക് എന്ന് പറയുന്ന ഒരു സംഭവം അമേദ്യത്തിൻ്റെ മുന്നിൽ വട്ടമിട്ട് വറക്കണം, അണിയനീച്ചകളായി മാറി അങ്ങനെ മാറിയ ഒരു നേതൃത്വമാണ് നമുക്കുള്ളത്. അപ്പം വളരെ ഒരു മോശം അരക്ഷിതാവസ്ഥയാണ് കുട്ടികൾക്ക്. നോക്കൂ, വാളയാറ്, വണ്ടിപ്പെരിയാറ്, ഇതൊക്കെ കേട്ടുകേൾവിയില്ലാത്ത സംഭവമാണ്. കുട്ടികളെ, കൊച്ചു കുഞ്ഞുങ്ങളെയാണ് പീഡിപ്പിക്കുന്നത് അല്ലേ? അപ്പോൾ അത് വളരെ, ഇവിടെ ശിശു സൗഹാർദ്ദമല്ല, വനിതാ സൗഹാർദ്ദമല്ല, മതിൽ കെട്ടി കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ സ്ത്രീ പീഡനങ്ങൾ. അത് വളരെ മോശമായിട്ട് നമുക്ക് ആംബുലൻസിനുള്ളിൽ കോവിഡ് സമയത്ത് കേരളം ലജ്ജിച്ചു പോയൊരു സംഭവമാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അർദ്ധബോധാവസ്ഥയിലുള്ള ഒരു സ്ത്രീ പീഡിക്കപ്പെട്ടു. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഞാൻ ആലോചിക്കും, ഇവിടെ സ്ത്രീപക്ഷവാദികൾ അതിനെതിരെ എത്രത്തോളം അവർ പ്രതികരിച്ചിട്ടുണ്ട്? ഇല്ല. പക്ഷെ അവർക്ക് അതിജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊപ്പമുള്ള ഒരു മീറ്റു ഒക്കെ ഇട്ടിട്ട് കൂടെ താമസിച്ച് ജീവിച്ച് അങ്ങനെ കുറേ ലിവിങ് ടുഗദർ പോലെ കഴിഞ്ഞിട്ട് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിയുമ്പം അപ്പോൾ ഒരു മീറ്റു ആരോപണം വരും. അതിനൊപ്പം നിലനിൽക്കാൻ ഇവിടെ ശരിക്കും പറഞ്ഞ സ്ത്രീപക്ഷവാദികളുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ നീതി വേണ്ടവർക്കൊപ്പം നിൽക്കാൻ ഒരു സ്ത്രീപക്ഷവാദിയും കണ്ടിട്ടില്ല. ശരിക്കും എനിക്ക് ആ കോഴിക്കോട് സംഭവമൊക്കെ വളരെ വേദനയായി. ഒരു സ്ത്രീപക്ഷം നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ അതിന് അതായത് അത് കണ്ടു എന്ന് പറഞ്ഞൊരു നേഴ്സ് അനിത, അവർ ഫേസ് ചെയ്തൊരു സിറ്റുവേഷൻ ഉണ്ടല്ലേ, അവർ ഒറ്റപ്പെട്ടു പോവുകയാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിലെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തെറ്റ് ചെയ്തപ്പോൾ ഞാൻ ഒരു എതിർചേരിയിലുള്ളതാണെങ്കിൽ, ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിയിൽ ഉൾപ്പെടാതെ ഒരു എതിർചേരിയിലുള്ള ഒരാളാണ് ഞാനവിടെ, ശരിക്കും എനിക്കൊരു നീതി നിഷേധം വന്നാൽ എനിക്ക് വേണ്ടി നിൽക്കാൻ ആരും ഉണ്ടാവില്ല. അതാണ് അവരുടെ അവസ്ഥ.
ഈ കുട്ടികളുടെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പോലീസ് കൃത്യമായി ഇടപെടുന്നില്ല എന്നുള്ളൊരു തോന്നലുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. പോലീസ് തീർച്ചയായിട്ടും ഇടപെടുന്നില്ല എന്നുണ്ട്. നമ്മൾ ആലുവയിലൊക്കെ കണ്ടതാണ്. കാരണം അതിന് മുമ്പ് എനിക്കത് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്യാമറകൾ എല്ലായിടത്തും വന്നു എന്ന് പറഞ്ഞൊരു സമയത്തായിരുന്നു ആലുവയിൽ ആ മറ്റേ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ ഒരു സംഭവം ഉണ്ടായത്. എന്നിട്ട് ആ കുട്ടിയെ നമ്മൾ എല്ലായിടത്തും അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ അയാൾ ഇത് കൂളായിട്ടാണ് കൊണ്ടുപോയിട്ട് കുട്ടീനെ അപ്പുറത്ത് പാടത്തിട്ട് അപ്പോൾ അവിടെയൊക്കെ മാർക്കറ്റ് പരിസരത്തിലിട്ട് കുട്ടീനെ പീഡിപ്പിച്ചിട്ട് അയാൾ കൊല്ലുകയാണ്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമ്മൾ നികുതി കൊടുക്കണം ജനം, അല്ലെങ്കിൽ ക്യാമറകൾ, ഇങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ട് എന്ത് ഇതാണ്. ഇവിടെ നമ്മുടെ പോലീസ് ശരിക്കും ഹെൽമെറ്റ് വേട്ട, അവർക്ക് അതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ അത് മാസം അവസാനിക്കാറാകുമ്പോൾ പാവപ്പെട്ടവനെ ഓടിച്ചിട്ട് പിടിക്കണം ഹെൽമെറ്റ് വേട്ട. വലിയ വലിയ കാര്യങ്ങളാണ്. ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് അല്ലേ, നമ്മുടെ ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൊന്മീൻ്റെ അവസ്ഥയാണ്. പൊന്മാനുണ്ട്, ചെറിയ മീനിനെ ഊളിയിട്ട് പിടിക്കും, പക്ഷെ വലിയ മീൻ വരുമ്പോൾ കണ്ണടച്ചിരിക്കും. അതേ അവസ്ഥയാണ് നമ്മുടെ കേരള പോലീസിൻ്റെ ഒരു അവസ്ഥ. അവർ ശരിക്കും കേരള പോലീസിനെ കൊണ്ട് പവറില്ലാഞ്ഞിട്ടാണോ? 100% ഏറ്റവും നന്നായിട്ട് വ്യക്തമായിട്ടുള്ളൊരു സിസ്റ്റമാണ് അവർക്കുള്ളത് അല്ലേ. നല്ല കഴിവുള്ളവർ തന്നെയാണ്. പക്ഷേ അവരെന്തായി പോയി, ഭരിക്കണ വർഗത്തിൻ്റെ അടിമയായി പോകുന്നു പലപ്പോഴും. കഴിവുള്ള പോലീസുകാർക്ക് വരെ നിഷ്ക്രിയമാണ്. അതുകൊണ്ടാണല്ലോ ഞാൻ പറയുന്നത് പോലീസ് വകുപ്പ് നിഷ്ക്രിയമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നിയമ സംവിധാനങ്ങൾ വളരെ, കാരണം ഈ ക്രിമിനൽസ് വീണ്ടും വീണ്ടും സെയിം ക്രൈം ചെയ്യുന്നു. എന്തുകൊണ്ടാണ്? അത് ജാമ്യമില്ല അല്ലെങ്കിൽ പരോളും ഇങ്ങനെയൊക്കെ വ്യവസ്ഥിതി അവർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടിയ 1 മാസം 2 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റുന്നു എന്നുള്ളൊരു അവർക്കറിയാൻ പറ്റും. ഞങ്ങൾ എന്ത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും, കാരണം ഇവിടെ മനുഷ്യാവകാശം കൂടുതലാണ്. ഗോവിന്ദച്ചാമിക്ക് വരെ വേണ്ടി മുറവിളി കൂട്ടിയ മനുഷ്യരാണ് നമ്മുടെ കേരളത്തിലുള്ളത്. അപ്പം ക്രിമിനൽസിന് വേണ്ടി നിൽക്കുന്ന ഒരു സിസ്റ്റമാണ്. അത് മാത്രമല്ല, വലിയൊരു ശതമാനം ക്രിമിനലുകൾ ജയിലിൽ പോയി കഴിഞ്ഞാൽ അവരുടെ സ്വഭാവത്തിൽ വലിയ മാറ്റമൊന്നുമില്ല. വളരെ കുറച്ച് ശതമാനം ആളുകൾ മാത്രമേ മാനസാന്തരപ്പെട്ടൊക്കെ. എനിക്ക് തോന്നുന്നു അതൊരു പണ്ടൊരു സംഭവം ഉണ്ടായിരുന്നു, ഒരു റെനിയോ അങ്ങനെ എന്തോ മാത്രമായിരുന്നു ഞാൻ വായിച്ചുള്ളത് അല്ലേ, കരിക്കൻ വില്ല കൊലപാതകത്തിൽ പുള്ളിക്കാരൻ മാത്രമാണ് ആ ചെയ്ത തെറ്റ് പശ്ചാത്തപിച്ചു. ബാക്കി ആരാളും മദ്രാസ് ലെമോൻ സിനിമയുടെ. അതിനപ്പുറം വേറെ ആരും ഞാനും അങ്ങനെ ഒരു മാനസാന്തരം വന്നു എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടിട്ടില്ല. ഇത് ഇവർ പോകുന്നു റിപ്പീറ്റഡ് ആയിട്ട് കൊടും ക്രിമിനൽസ് ആയിട്ട് വരുന്നു, തിരികെ വരുന്നു. ആ ഷാഫിയൊക്കെ ആലോചിച്ച് നോക്കൂ, ഇലന്തൂറിലെ സ്ത്രീയെ പീഡിപ്പിച്ചിട്ട് പോയതാണ്, വൃദ്ധയായ സ്ത്രീയെ. വീണ്ടും പോയിട്ട് അയാൾക്കൊരു ഇലന്തൂർ സംഭവം പോലെ 2-3 സ്ത്രീകളെ കൊല്ലാൻ ധൈര്യം വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റം പഴച്ചുപോയി. നമ്മുടെ നിയമ സംവിധാനത്തിലെ പിഴവുകൾ തീർച്ചയായും ഇത്തരം ആളുകൾക്ക് ശിക്ഷ കൊടുക്കുകയും പിന്നെ ഇവരെ ഇത്തരം കേസുകൾ പിടിച്ചാൽ പുറത്തു വരാത്ത തരത്തിൽ നമ്മൾ അവരെ അകത്തിടുകയും ചെയ്യണം. അങ്ങനെയില്ല. ആ ഒരു കാലത്തിൽ എനിക്ക് ഇപ്പോഴും തോന്നിയിട്ടുണ്ട് തമിഴ്നാട്ടിൽ അല്ലെങ്കിൽ ഉത്തരേന്ത്യ ശരിക്കും വേണ്ടത് അങ്ങനത്തെ ഒരു ബുൾഡോസർ സംവിധാനം അല്ലെങ്കിൽ ഷൂട്ടഡ് സൈറ്റ് ആണ്, പറഞ്ഞുകൂടാന്ന് പറയാം. പക്ഷെ അവിടെ ഈ ക്രിമിനൽസിന് മുന്നിൽ നമ്മൾ മനുഷ്യാവകാശം പ്രസംഗിച്ചിട്ട് കാര്യമില്ല. കാരണം നിരപരാധിയായ ഒരു വ്യക്തിനെ ജീവിക്കാനുള്ള അവകാശത്തെ ഹനിക്കുന്ന ഒരു ക്രിമിനൽ ഈ ഭൂമിക്ക് ശരിക്കും ബാധ്യതയാണ്. അയാൾ പിന്നെ ജീവിച്ചിരിക്കുക, അയാൾക്ക് എന്ത് മനുഷ്യാവകാശം കൊടുത്തിട്ടാണ് അയാളെ സംരക്ഷിക്കേണ്ടത്? കാരണം വീണ്ടും പുറത്തിറങ്ങി, ഞാനിപ്പോൾ പറയാൻ കാര്യം കരിമനെ തന്നെ അനന്തുവിനെ മനുഷ്യർ ഞെട്ടിക്കണ രീതിയിലൊരു പയ്യനെ കൊണ്ടുപോയി കൊന്ന് ചെയ്ത ആൾക്കാരെ വീണ്ടും 4-5 വർഷത്തിന് ശേഷം അവർ വീണ്ടും സമാന രീതിയിലൊരു ക്രൈം അഖിലിനെ ചെയ്യാൻ അവർക്ക് ധൈര്യം ഉണ്ടാവുമ്പോൾ അവർ നമ്മളെ പരസ്യമായിട്ട് വെല്ലുവിളിയാണ് അല്ലേ പൊതുസമൂഹത്തെ നോക്കിയിട്ട്. അതായത് ഇവിടെ ആരുമില്ല, ചോദിക്കാനും പറയാനും ആരുമില്ല, ഞങ്ങൾക്ക് എന്തും ചെയ്താൽ ആ ഒരു സംരക്ഷിക്കാൻ ആളുണ്ട് എന്നുള്ളൊരു ശരിക്കും ഇതൊക്കെയാണ് പൊതുസമൂഹം അല്ലെങ്കിൽ നമ്മുടെ സമൂഹം അഡ്രസ്സ് ചെയ്യേണ്ട സംസാരിക്കേണ്ട വിഷയങ്ങൾ. ഇതൊന്നും ഒരിക്കലും സമൂഹം ഇത്തരം കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് ഈ കുഞ്ഞുങ്ങളുടെ ഇത്തരം കേസുകളൊക്കെ വരുമ്പോൾ ഇത് കേട്ടും വായിച്ചും അറിഞ്ഞും ഒക്കെ സമൂഹം നിഷ്ക്രിയമായ ഒരു മാനസികാവസ്ഥയിലേക്ക് കുറേയൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു മാറ്റമാണ് കേട്ടോ. നമ്മൾ പറയാം നവോത്ഥാനം, പുരോഗമനം, ഇതൊക്കെ ഏത് രീതിയിൽ നവോത്ഥാനം വന്നു കഴിഞ്ഞാൽ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നവോത്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത്ഭുതം, എനിക്ക് തോന്നുന്നു ഒരു 6-7 വർഷം മുമ്പാണെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ പറയണം, ഒരു മഞ്ച് കൊടുത്തൊരു 10 വയസ്സുകാരോട് എനിക്ക് കാമം തോന്നുന്നു എന്ന് പറഞ്ഞൊരു മുഹമ്മദ് ഫർഹാൻ, ആ പയ്യന് പിന്തുണ കൊടുക്കാൻ ഇവിടെ ആൾക്കാരുണ്ടായിരുന്നു. ഞെട്ടിപ്പോയൊരു സംഭവമാണ് അത്. 10 വയസ്സുകാരോട് എനിക്ക് കാമം തോന്നുന്നു, പ്രേമല്ല കാമം തോന്നുന്നു. അങ്ങനെ ആ ഒരു വൈകൃതമുള്ള ഒരാളെ പിന്തുണ കൊടുക്കാനും ആളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ, അതായത് കുട്ടികളെ പീഡിപ്പിച്ചാൽ പോലും ആരും ചോദിക്കും. വണ്ടിപ്പെരിയാറിൽ എന്താ സംഭവിച്ചത് അല്ലേ, പാർട്ടി വണ്ടിപ്പെരിയാറിൽ നമ്മൾ കണ്ടു. അത് കഴിഞ്ഞിട്ട് ഈ അതേ ഇവിടെ എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിയ നമ്മുടെ എനിക്ക് സെലിബ്രിറ്റി ആക്കി മാറ്റി അരുൺകുമാറിന്റെ ചർച്ചയിലൊക്കെ വെളുപ്പിക്കാനുള്ളൊരു ശ്രമമുണ്ട്. മാധ്യമ പ്രവർത്തകനാണ് പുള്ളിക്കാരൻ. അദ്ദേഹം ഏത് രീതിയിലാണ് കൊണ്ടുവന്നത്? അത് വളച്ചൊടിച്ച് പുള്ളിക്കാരന്റെ പാർട്ടി നോക്കിയിട്ടാണ്. എന്നിട്ട് വീണ്ടും ഇറങ്ങിയിട്ട് കുട്ടിയുടെ മുത്തച്ഛനെയും അച്ഛനെയും വീണ്ടും അതേ ആള് അല്ലേ അടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും വാർത്തയുണ്ടായിരുന്നല്ലോ. ശരിക്കും ഇതൊക്കെ ഭയങ്കര വാളയാറിൽ എന്ത് സംഭവിച്ചു? കേൾവിയില്ലാത്തതാണ്. 1 മാസത്തിന്റെ ഇടവേളയിൽ 2 കുട്ടികളാണ് അവിടെ അല്ലേ. അതൊക്കെ ആലോചിക്കുമ്പോൾ ശരിക്കും എന്ത് രീതിയാണ് അവിടെ പോലീസ്
അവർ കാണിച്ചിട്ടുള്ളൊരു നിഷ്ക്രിയത്വം വളരെ ഭയങ്കര. അത് മാത്രം മതി അല്ലേ കേരള പോലീസിൻ്റെ ഒരു നമുക്ക് ഒരിക്കലും വാഴ്ത്തിപ്പാടാൻ പറ്റില്ല. ഏറ്റവും കൂടുതൽ നമ്മൾ ലജ്ജിച്ചു പോയൊരു സന്ദർഭമായിരുന്നു അത്. അവസാനമായിട്ട് ചോദിക്കും, ഈ പോലീസും ക്രിമിനലുകളും എക്കാലത്തും അവർ തമ്മിൽ വലിയ മാനസിക ഐക്യവും കൊടുക്കൽ വാങ്ങലുകളും ഒക്കെ ഉണ്ട്. അത്തരം ചില കാര്യങ്ങളും കൂടെ ഉള്ളത് കൊണ്ടല്ലേ ഈ ഇത്തരം കാര്യങ്ങളിലൊക്കെ പോലീസ്? തീർച്ചയായും 100%. കാരണം പലപ്പോഴും നമ്മൾ പോലീസിനെ കാണാൻ നമുക്ക് സ്വത്തിനും ജീവനും സംരക്ഷണം നൽകുന്നതാണ്. പക്ഷെ ക്രിമിനലുകൾക്കാണ് സത്യം പറഞ്ഞാൽ പലപ്പോഴും തോന്നിയിട്ടുണ്ട് അവർ സംരക്ഷണം കൊടുക്കുന്ന ക്രിമിനലുകൾക്കാണ്. കാരണം ഇവർ തമ്മിലൊരു കണ്ണുപൊത്തിക്കളിയുണ്ട്, അവർ തമ്മിലൊരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. ഈ അഡ്ജസ്റ്റ്മെന്റ് ഉള്ളത് കൊണ്ടല്ലേ ഇവർക്ക് ഈ പേടിയില്ല. ലോ ആൻഡ് ഓർഡർ നടക്കേണ്ട പോലീസുകാരെ ഭയക്കുന്നില്ല. ഇവിടെ എന്തെങ്കിലും അല്ലേ നമുക്ക് ശരിക്കും ഇപ്പോൾ കോമൺ പീപ്പിള് നമ്മൾ വോട്ട് കുത്തുന്ന പൊതുജനം കഴുതയാണ്. നമുക്ക് ഒന്നിനും സംരക്ഷണം ഇല്ല. നാളെ ഇന്നിപ്പോൾ പുറത്തിറങ്ങിയിട്ട് നമ്മൾ വീട്ടിലെത്തുമോ എന്ന് പോലും നമുക്ക് സംശയമാണ്. എല്ലാം ഇവിടെ ഒരു അവർ തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടെന്ന് പറയണം അല്ലേ, അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെയും അത് തന്നെയാണ്. ഒരു ഒത്തുതീപ് രാഷ്ട്രീയം, ഒത്തുതീപ് പോലീസ്, കള്ളൻ അല്ലെങ്കിൽ ക്രിമിനൽസുമായിട്ടുള്ള അവിശുദ്ധ ബന്ധം, ഇതെല്ലാമാണ് നമ്മുടെ കേരള സമൂഹം. സത്യം പറഞ്ഞാൽ എനിക്ക് കേരളത്തിൽ ഇപ്പം അഭിസംബോധന ചെയ്യേണ്ടത് ഗോഡ്സ് ഓൺ കൺട്രി എന്നല്ല, ഡെവിൾസ് ഓൺ കൺട്രി എന്ന് പറഞ്ഞു തന്നെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.